ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അഖിലിൻ്റെ കയ്യിൽ നിന്നും ഒരു ചാക്ക് പച്ചക്കറി വാങ്ങി ആനന്ദ നിലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വസുന്ധര. എന്നിട്ടിങ്ങനെ അഖിലിൻ്റെ കാര്യത്തെപ്പറ്റി ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുന്നു. അരികിൽ ആദിയും അരുണും ഉണ്ട്. അമ്മേ, എന്തിനാ അമ്മേ ഇത്രയും പച്ചക്കറി? ഒരു മാസം വെച്ചാലും തീരില്ലല്ലോ എന്ന് ആദി പറഞ്ഞപ്പോൾ, എനിക്ക് ആവശ്യമുണ്ടായിട്ട് വാങ്ങിയതല്ല, അത് അവനൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതി. രണ്ടുപേരും ചോദിക്കുന്നുണ്ട്, അമ്മ അഖിയുടെ പച്ചക്കറിക്കടയിൽ പോയിരുന്നോ? അമ്മ അവനെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചോ? എന്തായാലും അമ്മ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല, അവിടെ വേറെ പ്രശ്നങ്ങളുണ്ടോ ഒന്നും ഉണ്ടാക്കില്ലല്ലോ, അത്രയും കേട്ടാ മതി. പച്ചക്കറി കടയെങ്കിലും ആവട്ടെ, അവന് ജീവിക്കണമല്ലോ. അമ്മേ, നമ്മളാരും അവനെ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഇനി ആരും അവനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മാത്രം മതി എന്ന് രണ്ടുപേരുമായി പറഞ്ഞപ്പോൾ വസുന്ധര ദേഷ്യത്തോടെ പറയുന്നു, അവനെ ഉപദ്രവിക്കാനല്ല ഞാൻ പോയത്, സഹായിക്കാനാ. അമ്മേ, ഈ ഒരു അവസ്ഥയിൽ അത് സ്വന്തം അമ്മ മകനെ സഹായിക്കേണ്ടത് ഇങ്ങനെ അല്ലല്ലോ. കുറേ അധികം പച്ചക്കറികൾ വാങ്ങിയിട്ട് എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അമ്മയ്ക്ക് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നു. എന്നാൽ ഇത് കേട്ട് വസുന്ധര പറയുന്നു, ഞാൻ അവനെ വിളിച്ചിരുന്നു, ഇങ്ങോട്ട് വന്നില്ല. അമ്മേ, ശ്യാമയോടൊപ്പം മാത്രമേ അഖി ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നല്ലേ അവൻ പറഞ്ഞത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, എന്താ ഈ കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന അവളെ ഞാൻ ഇങ്ങോട്ട് ആനയിക്കണമായിരുന്നോ? ശ്യാമ ഈ വീട്ടിൽ താമസിക്കില്ല എന്ന് പറയുന്നത് അമ്മയുടെ വാശിയല്ലേ? ആ തീരുമാനമൊന്നും മാറ്റിയാൽ ഇവിടെ സന്തോഷം വരില്ലേ അമ്മേ? എന്താ അങ്ങനെ ചിന്തിക്കാത്തത് എന്നൊക്കെ അരുൺ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, ആദി, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിനക്കും കൂടി പറയാനുള്ളത് പറയേ, കേൾക്കട്ടെ. അമ്മേ, നമ്മുടെ അഖി സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ചെറിയൊരു പിടിവാശി, അത് മാറ്റിയാൽ തീരില്ലേ പ്രശ്നങ്ങളെല്ലാം? എന്തിനെ, അഖി ഈ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ? സമാധാനത്തോടെ അമ്മയൊന്ന് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, നീ അത് പറഞ്ഞു, പക്ഷേ ഇവിടെ ആർക്കും എൻ്റെ മനസ്സ് കാണണ്ട, കുറ്റപ്പെടുത്താൻ നിൽക്കുകയാണ് എല്ലാവരും എന്നെ മാത്രം വേദനിപ്പിക്കാൻ നിൽക്കുക. വസുന്ധര സ്വാർത്ഥയാണ്, തന്നിഷ്ടക്കാരി, പിടിവാശിക്കാരി അല്ലേ? അത്രയ്ക്ക് ഓമനിച്ച് വളർത്തിയ മോനെയും ഭാര്യയും ആട്ടി പുറത്താക്കി മനസ്സ് കല്ലായി തീർന്ന ഒരു ജന്മം അല്ലേ? അവനും എൻ്റെ അഖിമോനും അങ്ങനെ തന്നെയാ ഈ അമ്മയെ കണ്ടേക്കുന്നത്. അതാ ഞാൻ കൊടുത്ത രൂപ അവൻ പിച്ചക്കാരന് കൊടുത്തത്. അഖിയെ ഞാൻ തെറ്റ് പറയില്ല. ഓരോ കമ്പനിയിലും അവന് കിട്ടിയ ജോലി ഇല്ലാതാക്കിയവളല്ലേ ഈ അമ്മ. അത്രയ്ക്ക് ദുഷ്ടതരങ്ങളല്ലേ ഈ അമ്മ അവനോട് ചെയ്തത്? എന്തിനാ ഞാനത് ചെയ്തത്? എൻ്റെ അഖി മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്ത് തീർക്കാനുള്ളതല്ല അവൻ്റെ ജീവിതം. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ കഷ്ടപ്പാടാണ് എൻ്റെ കുഞ്ഞിന്. അതെനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വസുന്ധര പൊട്ടിക്കരയുന്നു. എൻ്റെ മോൻ, അതൊന്നും എനിക്ക് കാണാൻ വയ്യ. അരുൺ പറയുന്നു, അമ്മേ, അതല്ലേ ഞങ്ങളെല്ലാവരും അമ്മയുടെ കാല് പിടിച്ച് പറയുന്നത്, ശ്യാമയൊന്ന് തിരിച്ചു വിളിക്കാൻ. അപ്പോൾ നമ്മുടെ അഖിയും ശ്യാമയോടൊപ്പം വന്നോളും. വസുന്ധര വീണ്ടും പറയുന്നു, അപ്പോൾ ഈ കുടുംബം തകരണം അല്ലേ? എല്ലാവരും തമ്മിലടിച്ച് പിരിയണം അല്ലേ? അതാ നീയും എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അരുൺ പറയുന്നു, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ശ്യാമ ഈ കുടുംബത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് നമ്മുടെ കുടുംബം അടിച്ചു പിരിയുന്നത്? എങ്ങനെയാമ്മേ നമ്മുടെ കുടുംബം തകരുന്നത്? അത് കേട്ട് ആദ്യം ഒന്ന് നോക്കുകയാണ് വസുന്ധര. വീണ്ടും അരുൺ ചോദിക്കുന്നു, ശ്യാമ ഈ വീട്ടിലേക്ക് വന്നാൽ അതിന് മാത്രം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഏട്ടനറിയെങ്കിൽ ഏട്ടനെങ്കിലും ഒന്ന് പറയേ. ശ്യാമ കാരണം നമ്മുടെ കുടുംബത്തിന് എന്ത് ദുരന്തമാണ് വരാൻ പോകുന്നത്? ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഞാൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നൊക്കെ അരുൺ പറയുന്നു. എന്നാൽ അരുണിൻ്റെ അടപ്പിക്കാൻ നോക്കുകയാണ് ആദി. നിങ്ങളെല്ലാവരും എന്നിൽ നിന്നും എന്തോ ഒരു രഹസ്യം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യം എന്നിൽ നിന്നും മറച്ചു പിടിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് എന്നെ സംബന്ധിക്കുന്ന എന്തോ ഒരു രഹസ്യമാണ്. എന്തായാലും അത് കണ്ടുപിടിക്കണമെന്ന് അരുൺ മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് കണ്ണനെ തൊഴുതു നിൽക്കുകയാണ് ശ്യാമ. രാത്രിയായി. കണ്ണൻ്റെ മുന്നിൽ വിളക്ക് തെളിയിക്കുന്നു. എന്നാൽ അഖിൽ വിഷമത്തോടെ നിൽക്കുകയാണ്. കണ്ണനോട് ശ്യാമ അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്യാമ പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അഖിൽ അവിടെ നിൽക്കുന്നു. അഖിലും തൊഴുതുകൂടി നിൽക്കുകയാണ്. അഖിലിന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ട്. എത്തിയോ ഇന്ന് കട? നേരത്തെ അടച്ചോ? എന്തായാലും അത് നന്നായി. ഇവിടെ അച്ഛനും അമ്മയും ആരുമില്ല, ഇവിടെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്, അതാ ഞാൻ കടയിലേക്ക് വരാഞ്ഞത് എന്ന് ശ്യാമ അഖിലിനോട് പറയുന്നു. എന്നാൽ അഖിൽ ഒന്നും മിണ്ടുന്നില്ല. വിഷമത്തോടെ നിൽക്കുകയാണ് അഖിൽ. കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു. അഖിലിന് എന്തോ പറ്റിയിട്ടുണ്ട്, അഖിലിനെ എന്തോ ഒരു വിഷമം അലട്ടുന്നുണ്ട് എന്നൊക്കെ ശ്യാമ മനസ്സിലാക്കി. എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്നൊക്കെ ടെൻഷനോടെ ശ്യാമ അഖിലോട് ചോദിച്ചപ്പോൾ ആദ്യം അഖിലൊന്നും പറയാൻ തയ്യാറാവുന്നില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവിടെ ആരെങ്കിലും വന്ന് വഴക്കുണ്ടാക്കിയോ എന്നൊക്കെ ശ്യാമ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു, അമ്മ വന്നിരുന്നു. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? അമ്മ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു. അമ്മ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം തോന്നില്ലായിരുന്നു, പക്ഷെ അമ്മയുടെ പെരുമാറ്റം കണ്ടപ്പോൾ എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ ചോദിക്കുന്നു, ഇത്രയും വിഷമം വരാൻ അമ്മ എന്താ പറഞ്ഞത്? എനിക്കൊരു കാര്യം മനസ്സിലായി ശ്യാമേ, സത്യത്തിൽ അമ്മ എന്നെ സഹായിക്കാൻ വന്നയാ. ശ്യാമ പറയുന്നു, എന്നിട്ടാണോ സാർ ഇത്രയും വിഷമിക്കുന്നത്? എന്നിട്ട് എന്താ ഉണ്ടായത്, അതൊന്ന് പറയ് എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, അമ്മ കാറിലല്ല, ഒരു ഓട്ടോയിലാണ് വന്നത്. അങ്ങനെ അവിടെ ഉണ്ടായ സംഭവം അഖിൽ ശ്യാമയോട് പറയുന്നു. ശ്യാമ പറയുന്നു, അല്ലെങ്കിൽ തന്നെ ഏതൊരമ്മയെ സ്വന്തം ഇത്രയും മകനെ സ്നേഹിക്കുന്ന സ്വന്തം മകനോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്
എനിക്കറിയാം സാറ് അവിടെ അങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് അവിടെ സമാധാനം ഉണ്ടാവില്ല. അതായിരിക്കും കാണാൻ വന്നത്. അമ്മ സ്നേഹത്തോടെ വിളിച്ചതല്ലേ? ജസ്റ്റ് അമ്മയോടൊപ്പം സ്നേഹത്തോടെ വീട് വരെ ഒന്ന് പൊയ്ക്കൂടായിരുന്നോ? അഖിൽ പറയുന്നു, എനിക്ക് ചെറിയൊരു തലവേദന, കുറച്ചു നേരം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ അഖിൽ ആ സോഫയിലിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെ സാറിനെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്നൊക്കെ ശ്യാമ ആലോചിക്കുന്നു. എന്നിട്ട് അഖിലിനെ പിടിച്ച് എണ്ണിപ്പിക്കുന്നുണ്ട്. സാർ ചെന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യ്. എൻ്റെ ഭർത്താവിൻ്റെ വിഷമവും ക്ഷീണവും മാറാൻ ഞാനൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. ആദ്യം ഈ ഹസ്ബൻഡ് ഈ ഭാര്യ പറയുന്നത് അനുസരിക്കണം. അങ്ങനെ നല്ല കുട്ടിയായി നിന്നാൽ ഞാൻ മാജിക് കാണിക്കും. പിന്നെ മാജിക്കിന് കുറച്ച് ഒരുക്കങ്ങളുണ്ട്. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, റെഡിയായിട്ട് വരണേ എന്ന് പറഞ്ഞ് ശ്യാമ അകത്തേക്ക് പോകുന്നു. ഒന്നും മനസ്സിലാകാതെ വിഷമത്തോടെ നിൽക്കുകയാണ് അഖിൽ. കുറച്ച് എണ്ണ ശ്യാമ തന്നെ അഖിലിൻ്റെ തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നു. തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുറത്തിരുന്നാണ് ഇതൊക്കെ. ഇതേ അമ്മയുടെ സ്പെഷ്യൽ എണ്ണയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടിൻപുറത്തെ ഭാര്യമാർ ചെയ്യുന്ന ചില പൊടിക്കൈകളാണിതൊക്കെ. ഭർത്താവിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി. ഇതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ മാജിക്. അമ്മയിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. അമ്മ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കുന്നത് അച്ഛന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ സ്നേഹത്തോടെ ശ്യാമ അഖിലിന് മസാജ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമെന്ന്. സാറ് ഇതുവരെ അമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? പച്ചക്കറി കടയിൽ നടന്നതെല്ലാം ഞാൻ മറന്നു തുടങ്ങിയതാണ്. ശ്യാമ വീണ്ടും എന്നെ അത് ഓർമ്മിപ്പിച്ചു എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അമ്മ തന്ന രൂപ എന്തായാലും ഭിക്ഷക്കാരനെ കൊടുത്തത് ശരിയായില്ല. അധികം രൂപ തന്ന് അമ്മ സഹായിക്കാൻ ശ്രമിച്ചതാണെന്ന് സാറിന് നന്നായിട്ടറിയാം. അപ്പോൾ അതങ്ങനെ ചെയ്യാമോ? ഒരിക്കലും പാടില്ലായിരുന്നു എന്ന് ശ്യാമ പറയുന്നു. എനിക്കറിയാം, എന്നെ ഓർത്ത് അമ്മയ്ക്ക് ഉറക്കം ഉണ്ടാവില്ല, ഒരു നിമിഷം സ്വസ്ഥത ഉണ്ടാവില്ല. ഞാൻ ഒപ്പമില്ലാതെ അവിടെ ഓരോ നിമിഷവും ഉരുകി കഴിയുകയാണ് അമ്മ എനിക്ക് തരുന്നതിൻ്റെ അത്രയും സ്നേഹം വേണമെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കുറച്ചെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് തരാത്തത് എന്താ? ഈ മകൻ്റെ സന്തോഷവും സമാധാനമാണ് അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അമ്മ ശ്യാമയെ തിരിച്ചു വിളിക്കണം, മകളെ പോലെ സ്നേഹിച്ചു തുടങ്ങണം എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, എല്ലാം ശരിയാവും, ഞാൻ തെറ്റുകാരിയല്ല എന്ന് അമ്മ ഒരിക്കൽ മനസ്സിലാക്കും. വീണ്ടും ആത്മാർത്ഥമായിട്ട് അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഓക്കെ, സമ്മതിച്ചു. എന്നാൽ അമ്മയോടൊപ്പം അന്ന് ഈ മകൻ ആ വീട്ടിലുണ്ടാകുമെന്ന് അഖിൽ പറയുന്നു. ശ്യാമ കുറെ വെള്ളം കൊണ്ട് അവിടേക്ക് വന്നു. തന്നെ വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അഖിൽ അത് പിടിച്ച് താത്തു വെക്കുന്നു. ഇങ്ങനെ അമ്മയെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിന്നപ്പോഴാണ് ശ്യാമ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശ്യാമയെ, താൻ എന്തായി ചെയ്യാൻ പോകുന്നത്? തനിക്ക് ഈ കിച്ചണിൽ തിരക്കുള്ളതല്ലേ, താൻ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് അഖിൽ പറയുന്നു. വീടങ്ങോട്ട് എന്ന് പറഞ്ഞ് ശ്യാമ തന്നെ അഖിലിൻ്റെ ഷർട്ട് ഊരി കൊടുക്കാൻ നോക്കുന്നു. അയ്യേ, അത് വേണ്ട, താൻ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഖിൽ ശ്യാമയെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു. എന്നാൽ ശ്യാമ പോകുന്നില്ല. ഞാനാണിന്ന് സാറിനെ കുളിപ്പിക്കാൻ പോകുന്നതെന്ന് ശ്യാമ ആരെങ്കിലും കണ്ടാൽ ഇന്ന് നാണത്തോടെ പറയുകയാണ് അഖിൽ. എന്താ, ഭർത്താവിനെ ഭാര്യയ്ക്ക് കുളിപ്പിക്കാൻ പാടില്ലേ എന്ന് ശ്യാമ. അങ്ങനെ അഖിലിനെ ആ സ്റ്റൂളിലേക്ക് ഇരുത്തുകയാണ് ശ്യാമ. വേണ്ട ശ്യാമ, ഞാൻ തന്നെ കുളിച്ചോളാം എന്ന് പറഞ്ഞ് ശ്യാമ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്കുന്നു. എന്നാൽ ശ്യാമ ഒരു തരത്തിലും പോകുന്നില്ല. ശ്യാമ തന്നെ അഖിലിനെ കുളിപ്പിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കോരി അഖിലിനെ തലവഴി ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് ചെറുപയറിൻ്റെ പൊടി അഖിലിൻ്റെ ദേഹത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് ശ്യാമ. അങ്ങനെ അത് കഴിഞ്ഞു. അഖിൽ ടേബിളിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. ഭക്ഷണവുമായി ശ്യാമ അവിടേക്ക് വന്നിട്ട് വീണ്ടും അഖിലിന് തോർത്തി കൊടുക്കുന്നു. അഖിലിനെ കഞ്ഞി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുഞ്ചിരിയുടെ ശ്യാമയെ തന്നെ നോക്കിയിരിക്കുകയാണ് അഖിൽ. അഖിൽ പറയുന്നു, ഇന്ന് എന്നെ എണ്ണ തേപ്പിച്ചതും കുളിപ്പിച്ചതും തലതോർത്തിയതും എല്ലാം ശ്യാമ തന്നെയല്ലേ? അപ്പോൾ എനിക്ക് കഞ്ഞി കൂടി തന്നേക്കേ, എന്താ അത് ശരിയല്ലേ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അതിനെന്താ, ഞാൻ തന്നേക്കാമെന്ന് ശ്യാമ പറയുന്നു. അങ്ങനെ ശ്യാമ തന്നെ അഖിലിന് കഞ്ഞി കോരി കൊടുക്കുന്നു. എന്നാൽ അഖിൽ ശ്യാമയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, താഴേക്ക് കൈയും കൊടുത്ത്. അവർ രണ്ടുപേരുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. അഖിലിന് കോരിക്കൊടുക്കുന്നതിനിടയിൽ അത് വാങ്ങി ശ്യാമയ്ക്ക് വെച്ച് കൊടുക്കുകയാണ് അഖിൽ. എന്നിട്ട് അതിൽ നിന്നും ഒരു പപ്പടം എടുത്ത് ശ്യാമയ്ക്ക് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും. എന്നും ക്ഷേത്രത്തിൽ വിശേഷ പൂജ ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ അച്ഛനും അമ്മയും ആരും ഉണ്ടാവില്ലല്ലോ, ഇവിടെ നമ്മൾ രണ്ടാളും മാത്രം. കണ്ണും കണ്ട് നോക്കി ഇങ്ങനെ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. അതിനിടയിൽ ശ്യാമ അഖിലിനെ മൂക്കിലൊരു കുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാനായി വന്നിരിക്കുകയാണ് അഖിൽ. ക്ഷീണമൊക്കെ ശരിക്കും മാറിയല്ലോ, ഇനി സുഖമായി കിടന്ന് ഉറങ്ങിക്കോ. നാളെ ഉറങ്ങി എണീക്കുമ്പോൾ സാറ് ശരിക്കും ഫ്രഷ് ആവും, അത് ഉറപ്പാണ്. കണ്ണടച്ച് കിടന്നോ, താനെ ഉറങ്ങിക്കോളും എന്നൊക്കെ ശ്യാമ പറയുന്നു. എനിക്ക് അങ്ങനെ ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. എണ്ണ തേച്ച് കുളിപ്പിച്ചു, കഞ്ഞിയും കോരി തന്നു. ഇനിയിപ്പോൾ ഉറങ്ങണമെങ്കിൽ താൻ തന്നെ വിചാരിക്കണം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ എന്ത് പറ്റി, ചൂടെടുക്കുന്നോ, ഫാൻ്റെ സ്പീഡ് കൂട്ടണോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു. അതൊന്നും ചെയ്താൽ രക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു പാട്ട്, ശ്യാമ ഒരു പാട്ട് പാടണം എന്ന് അഖിൽ പറയുന്നു. അയ്യോ, പാടാനോ? ഞാനോ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. ഇപ്പോഴെന്താ, ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, താൻ ഒരു പാട്ട് പാട് എന്നൊക്കെ അഖിൽ പറയുന്നു.
എൻ്റെ ഭാര്യ ഇത്രയും വലിയ പാട്ടുകാരിയായിട്ട് സ്വന്തം ഭർത്താവിന് ഒരു പാട്ട് പാടി കൊടുക്കില്ല എന്ന് വെച്ചാൽ കഷ്ടം. ആ പാട്ട് പാടുന്നത് കേട്ട് സന്തോഷത്തോടെ എനിക്ക് ഉറങ്ങണം എന്നൊക്കെ അഖിൽ പറയുന്നു. അങ്ങനെ ശ്യാമ ഒരു പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ അഖിൽ ഉറങ്ങി. ശ്യാമയുടെ കൈ അമർത്തി പിടിച്ചുകൊണ്ടായിരുന്നു അഖിൽ ഉറങ്ങിയത്. ശ്യാമ ആ കൈ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കൈവിടാതെ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ശ്യാമയുടെ കൈ മെല്ലെ എടുക്കുകയാണ് ശ്യാമ. അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് വേണ്ടി മാത്രമാണ് അമ്മയിൽ നിന്നും അകന്ന് കഴിയുന്നത്. പാവം, ഇപ്പോൾ ഹൃദയം വേർപ്പെടുത്തിയ വേദനയാണ് അമ്മയ്ക്കും മകനും. ആ അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഞാൻ എന്താ ചെയ്യുക? ഒരമ്മയുടെ വാത്സല്യം, ഭാര്യയുടെ സ്നേഹം എല്ലാം കൊടുക്കും. സ്നേഹിക്കും, പറ്റാവുന്ന അത്രയും സ്നേഹിക്കാം, എൻ്റെ ജീവൻ കൊടുത്തും സ്നേഹിക്കും. അതിന് മാത്രമേ എനിക്ക് കഴിയൂ. അങ്ങനെയൊക്കെ ശ്യാമ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് പറയുകയാണ്. എന്നിട്ട് അഖിലിനൊരു ചുംബനവും കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ കണ്ണൻ്റെ മുന്നിൽ ശ്യാമ തൊഴുതു നിൽക്കുന്നു. എൻ്റെ കൃഷ്ണ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് സംഗീതം പഠിപ്പിക്കാൻ പോവുകയാണ്. നിനക്കറിയാലോ, ഇതിൻ്റെ പുതിയ തുടക്കമാണ്. കാത്തോണേ കണ്ണ. ജയന്തി ഇത് വന്ന് ഒളിഞ്ഞു നോക്കുന്നു. ശ്യാമ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ജയന്തിയെ. പ്രാർത്ഥിച്ചിട്ടും വഴിപാട് കഴിച്ചിട്ടും ഒരു കാര്യമില്ലെന്നേ, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അല്ലെങ്കിൽ തന്നെ ഇതൊരു വീടല്ലേ, മ്യൂസിക് സെൻ്ററൊന്നും അല്ലല്ലോ. നേരെ വെളുക്കുന്നതിന് മുമ്പേ കുറേ പിള്ളേരെയും വിളിച്ച് വരുത്തി പാട്ടും ഓരിയിടലും ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടേ? പിന്നെ നിൻ്റെ ചീവിയുടെ കരയുന്നത് പോലെയുള്ള ശബ്ദമുണ്ടല്ലോ, എനിക്ക് കേൾക്കുന്നത് തന്നെ അലർജിയാണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, എനിക്ക് ഈ വീട്ടിലൊരു സ്വസ്ഥത വേണം. അതിന് എന്തെങ്കിലും തടസ്സം വന്നാൽ ഞാൻ എല്ലാവരെയും ഓടിക്കും, ഈ മ്യൂസിക് ക്ലാസ്സും പൂട്ടിക്കും. ജയന്തി ദേവകി അവിടേക്ക് വന്നിട്ട് പറയുന്നു, അതിന് നീ ഒന്ന് നോക്കിയതിന് ഞാൻ ശരിയാക്കും. നീ എന്താടി മറുപടി പറയാത്തത്? മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് ജയന്തി. അതിപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയോ എന്ന് ജയന്തി ദേവകിയോട് ചോദിക്കുന്നു. ദേവകി പറയുന്നു, പിന്നെ അല്ലാതെ എൻ്റെ കുഞ്ഞിനെ എത്രയെന്ന് പറഞ്ഞുകൊണ്ടാണ് വേദനിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്? അപ്പോൾ അമ്മേനെ തല്ലു എന്ന് ജയന്തി ചോദിക്കുന്നു. വേണ്ടി വന്നാൽ ഇനി ഞാനത് ചെയ്യുമെന്ന് ദേവകി. എന്താ നിനക്ക് ഇപ്പോൾ തന്നെ അത് വേണോ എന്നും ദേവകി പറയുന്നു. ഈ അമ്മയുടെ ഒരു തമാശയെന്ന് ജയന്തി. ഞാനത് കാര്യമായിട്ട് പറഞ്ഞേ, ഇനി എൻ്റെ മകളെ നീ നോവിച്ചാൽ നിനക്ക് നല്ലത് ഞാൻ തന്നിരിക്കും, ഓർത്തോ എന്നും ദേവകി പറയുന്നു. ഇതമ്മ കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി പഴയ അടവ് നടക്കില്ല. ശ്യാമയുടെ ട്യൂഷൻ എന്നേക്കുമായി മുടക്കാൻ വേറെ എന്തെങ്കിലും പുതിയ ബുദ്ധി നോക്കണം എന്ന് ജയന്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.